മുത്തേ വിയറ്റ്നാമിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞില്ലേ? കറക്റ്റ് പറഞ്ഞ ഒരു വർഷമായി. വിയറ്റ്നാമിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്ത്? ഒരു വർഷത്തെ വിയറ്റ്നാമിനെ കുറിച്ച് പറയുമ്പം മൊത്തത്തിൽ പറഞ്ഞ ഇപ്പൊ വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയാണ്. നമ്മൾ ആദ്യം വരുമ്പം ഇവിടെ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു നമുക്കൊന്നും അറിയില്ല. നമ്മൾ ആദ്യം ഒരു 5 ദിവസത്തേക്ക് വന്നിട്ടുണ്ടായി. ആ സമയത്ത് ശരിക്കും ഞാനിവിടെ വന്നിരുന്ന് കരഞ്ഞാണ്. എവിടെയോ ഒരു കുണ്ടിലെടുക്കപ്പെട്ട ഒരു രീതിയായിരുന്നു. ഈ ഒരു വർഷം ഇവിടെ വന്നിട്ട് വിയറ്റ്നാമിലെ ജനങ്ങളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? വിയറ്റ്നാമിലെ ജനങ്ങൾ എന്ന് പറയുന്നത് നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. ഇപ്പം നമ്മളെവിടെയെങ്കിലും സാധനമെല്ലാം വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കടക്കാരൻ പറയുന്നത് മനസ്സിലാവണം എന്നില്ല. അപ്പം കുറച്ച് ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർ വന്ന് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ അവർ ഇന്നതാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും. പിന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടിയിൽ പോകുന്നുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തിട്ട് അവിടെ എത്തുമ്പോൾ ഷോപ്പ് ക്ലോസോ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്ഥലം മാറ്റുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ തിരിച്ചവിടെ എത്തിക്കും. അത്രയ്ക്കും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഇവിടുത്തെ ആൾക്കാർ. ഈ വിയറ്റ്നാമിൽ വന്നിട്ട് ഏതെല്ലാം ടൂറിസ്റ്റ് പ്ലേസസാണ് വിസിറ്റ് ചെയ്തത്? വിയറ്റ്നാമിൽ മെയിനായിട്ട് ഹൊച്ചിമിൻ സിറ്റി, ഫുക്കോക്ക്, ദനാങ്, ഹനോയ് ഇങ്ങനെയാണ് ടൂറിസ്റ്റ് പ്ലേസുകൾ അറിയപ്പെടുന്നത്. അതിൽ ഹൊച്ചിമിൻ സിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെയുള്ളത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബെൻതാൻ മാർക്കറ്റ് ഉണ്ട്. പിന്നെയുള്ളത് കുച്ചി ടണൽ, പിന്നെയുള്ളത് പാലസ്, മ്യൂസിയം, പിന്നെ ഒരു വലിയ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയ തന്നെയുണ്ട്. അതായത് ടൂറിസ്റ്റുകളെല്ലാം വരുമ്പോൾ മെയിനായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് ബെൻ എൻ കെ സ്ട്രീറ്റ് ഫുഡാണ്. കുച്ചി ടണൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വാറിൻ്റെ സമയത്തൊക്കെ ആൾക്കാർ താമസിച്ചിരുന്ന കാര്യങ്ങൾ, അവരുടെ ആ സമയത്തെ ലൈഫ് സ്റ്റൈല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നൊരു. പിന്നെ ഫുഡ്, സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ ഇടയ്ക്ക് പോയി കഴിക്കാം. പക്ഷേ വിയറ്റ്നാമീസ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും തിന്നാൻ പറ്റില്ല. അത് ഇവരുടെ ഈ മസാലേൻ്റെ മണമായാലും പിന്നെ ചില ഇലകൾ വേവിക്കുമ്പോഴുള്ള മണമായാലും അത് നമുക്കത്ര പിടിക്കുന്നില്ല. പിന്നെ ഇവർക്ക് ഫുഡിന് ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റാണ് മിക്കതിനുള്ളത്. പക്ഷേ പിന്നെ സ്റ്റിക്കി റൈസും അത് തിന്നാൽ നമുക്ക് ഫുഡ് കഴിച്ച ഒരു തൃപ്തി അല്ലെങ്കിൽ ഒരു സംതൃപ്തി നമുക്ക് വരുന്നില്ല. അപ്പോൾ നമ്മളധികം ഇതുവരെ കഴിച്ചത് നമ്മൾ ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. ഒന്നുകിൽ നമ്മളധികം വീട്ടിൽ കുക്ക് ചെയ്യും, പിന്നെ അല്ലെങ്കിൽ ശനി ഞായറും ഇടയ്ക്ക് പോയിട്ട് പുറത്തുനിന്ന് കഴിക്കും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡൊന്നും ഇവിടെ കിട്ടുന്നില്ല. നാട്ടിൽ കിട്ടുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടും, അതായത് ഇപ്പോൾ ബട്ടർ നാൻ, ഫ്രൈഡ് റൈസ്. പക്ഷെ നമ്മൾ ആ നാട്ടിലൊരു ടേസ്റ്റും ഇവിടുത്തെ ടേസ്റ്റും എന്തായാലും ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഈ ഹൊച്ചിമിൻ സിറ്റിയിൽ തന്നെ വങ്താവു, കാങ്തോ, ദളത് എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ദളതാണ് ഏറ്റവും കുറച്ചധികം ഡിസ്റ്റൻസ് വരുന്നത്. ഒരു 6-7 മണിക്കൂർ കാറിൽ ട്രാവലുണ്ട്, ഫ്ലൈറ്റിലും പോവാം. പിന്നെ അത് കുറച്ച് നല്ല സ്ഥലമാണ്, അതായത് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നൈറ്റ് മാർക്കറ്റ്, അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ കാങ്തോ, അത് മറ്റേ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാര്യങ്ങളുള്ളത്, പിന്നെ കുറേ ഫ്രൂട്ട് ഫാമുകളുള്ളത്, അങ്ങനത്തെയൊക്കെ സ്ഥലം, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഉള്ളത് വങ്താവ്, അവിടെ കുറച്ച് ബീച്ച് സൈഡാണ്, അത് നല്ലുണ്ടായിരുന്നു. വിയറ്റ്നാമിൽ ഒരു വർഷം ആകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്താണ്? വിയറ്റ്നാമിൽ വന്നിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മളെ ഭാഷ തന്നെയാണ്. കാരണം ഇവിടുത്തെ അധികവും വിയറ്റ്നാമീസ് ഭാഷ മാത്രമേ അറിയുന്നുള്ളൂ. പിന്നെ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയും. പിന്നെ അധികം ആളും ഇപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ആയാലും, നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ആയാലും ഡ്രൈവർമാർക്കായാലും ഫോൺ വിളിക്കുമ്പോഴും കാര്യങ്ങളൊന്നും ഈ ഭാഷ പറയുമ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് അത് അവർക്കും പ്രശ്നമാണ്, നമുക്കും നല്ലൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെ സഹായിച്ചതെന്ന് പറയുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ്. ഈ ഒരു വർഷവും നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് ഇവിടെ നിന്നത്. ആകെ അറിയാവുന്നത് ഒരു സിങ് ചാവ് എന്നുള്ള ഒരു വാക്ക് മാത്രമാണ് ഇതുവരെയായിട്ട് പഠിച്ചിട്ടുള്ളത്. പിന്നെ അധികം നമ്മളും പഠിക്കാൻ സ്ട്രെസ് എടുത്തിട്ടില്ല ഈ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രാബ് ആപ്ലിക്കേഷനിലായാലും നമ്മൾ മെസ്സേജ് അയച്ചാൽ അവർക്ക് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അവർക്കും വളരെ ഹെൽപ്ഫുള്ളാണ്, നമുക്കും ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ വിയറ്റ്നാമിലെ ഫുഡും ഇന്ത്യൻ ഫുഡും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് തോന്നിയത്? ഇപ്പം നമ്മുടെ നാട്ടിൽ കഴിക്കുന്നത് ഒരു ഹോട്ടലിൽ പോയാലായാലും
ബട്ടർ നാൻ, മെയിനായിട്ട് ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ, അധികം ഫ്രൈ ആയിട്ട് മീനായാലും എല്ലാം ഫ്രൈ ചെയ്തിട്ടല്ലേ കഴിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ എന്ന് പറയുമ്പം കൂടുതലും സൂപ്പ് ഐറ്റംസാണ് കഴിക്കുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്നതിനും ഒരളവ് ലിമിറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ പ്രധാനമായിട്ട് അവരവരുടെ ഭക്ഷണത്തിൽ കുറേ ഇലകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളെ ഇലകളെല്ലാം കഴിക്കുന്ന ആകെ ഒരു മുരിങ്ങയില, ചേരയില, അങ്ങനത്തെ ഒരു 2-3 തരം കയ്യിൽ എണ്ണാൻ പറ്റുന്ന അത്രയും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. പക്ഷേ ഇടയിലവർ കുറേ ഇലകൾ അധികം ഉൾപ്പെടുത്തുന്നുണ്ട്. അത് സൂപ്പിൽ അല്ലെങ്കിൽ പച്ചക്കായിട്ടും കഴിക്കുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ആണ്. നമ്മളാണെങ്കിൽ ഒരു പാത്രം നിറയെ ചോറും കുറച്ച് കറികളും അല്ലേ കഴിക്കുന്നത്. പക്ഷെ ഇവിടെ ഉള്ളവർ കുറച്ച് ചോറും പിന്നെ സാലഡാണ് കൂടുതൽ. പിന്നെ ഈ ഇലകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും അധികം വേവിച്ചത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത ഐറ്റംസ് ആയിരിക്കും. നമ്മളാണെങ്കിൽ നല്ലോണം എണ്ണയിൽ മുക്കി പൊരിച്ച് എടുത്തിട്ട് അങ്ങനെയാണ് നമുക്കിഷ്ടം. അപ്പം അങ്ങനത്തെ ഒരു വ്യത്യാസം കൂടി വരെ ഫുഡിലുണ്ട്. പിന്നെ അധികം മസാലകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉപ്പും മുളകെല്ലാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്തിട്ട് ആഡ് ചെയ്തിട്ട് കഴിക്കാമെന്നല്ലാണ്ട് നമ്മളാണെങ്കിൽ നല്ലോണം എരിവും നല്ലോണം മസാലയും ചേർത്തിട്ടാണ് അധികവും വീട്ടിലായാലും ഹോട്ടലിലായാലും കുക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം കൂടി ഇവിടെ ഉണ്ട്.